മാന്നാർ മച്ചാൻസിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ബസൂക്ക ഇന്ന് റിലീസ് ആയിട്ടുണ്ടായിരുന്നു. മമ്മൂക്കയുടെ സിനിമ റിലീസ് ആയിട്ടുള്ളത് ഭയങ്കര പോസിറ്റീവ് റിപ്പോർട്ടോട് കൂടിയാണ് പടം ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഫുൾ പോസിറ്റീവ് റിപ്പോർട്ടാണ്. അപ്പം നമ്മുടെ എമ്പുരാൻ്റെ ഇപ്പോൾ ഇട്ടേക്കുന്ന ആ ഒരു കളക്ഷനും റെക്കോർഡും ഒക്കെ ബസൂക്ക തകർക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്കിനി കണ്ടു തന്നെ അറിയണം. കാരണം നമുക്കെല്ലാവർക്കും അറിയാം എമ്പുരാൻ ഭയങ്കര പ്രതീക്ഷ വന്നൊരു സിനിമയാണ്. പക്ഷെ അത് ഇറങ്ങിയ സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്നത് അത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളവരും ചിന്തിച്ചിട്ടാണ് ആ സിനിമയ്ക്ക് കയറിയത്. പക്ഷെ കയറിയപ്പോഴത്തേക്കിനും അതിന് ആൾക്കാർ ഉദ്ദേശിച്ച അത്രയിൽ ഒരു റിവ്യൂവും കാര്യങ്ങളും ഒന്നും അല്ലായിരുന്നു വന്നിട്ടുള്ളത്. ഒരു ആവറേജ് എന്നുള്ള ഒരു രീതിക്കാണ് ആൾക്കാർ പറഞ്ഞിരുന്നത്. എങ്കിലും ലാലേട്ടൻ്റെ ആ ഒരു സ്റ്റാർഡും പിന്നെ ആ സിനിമയിലുള്ള ആ ഒരു കുറച്ച് പുള്ളിക്കാരനെ നല്ല രീതിക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ കൊണ്ടാണ് ആ പടം നല്ല രീതിക്ക് തന്നെ റീച്ച് ആയത്. എന്നാലും നമുക്ക് കാണുമ്പം നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ കുറേ മൊമെൻറ്റ്സ് ഉള്ളൊരു സിനിമ തന്നെ ആയിരുന്നു എമ്പുരാൻ എന്ന് പറഞ്ഞ ലാലേട്ടൻ ചിത്രം. പിന്നെ അതിൽ ഭയങ്കരമായിട്ട് പുതുമയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയതായിട്ട് പുതുമയും കാര്യങ്ങളും ഒന്നുമില്ല. ഭയങ്കര മേക്കിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചെടുത്തിട്ടുണ്ട്. സ്റ്റോറി വൈസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള രീതിക്ക് തന്നെയാണ്. പക്ഷേ ഇപ്പം ബസൂക്കിലോട്ട് വരുവാണെങ്കിൽ ബസൂക്ക എന്ന് പറയുന്ന സിനിമ മലയാള സിനിമയിൽ ഒരു പുതിയൊരു കോൺസെപ്റ്റാണ്. നമുക്ക് എപ്പോഴും അറിയാം മമ്മൂക്ക എന്ന് പറഞ്ഞൊരു ആക്ടർ പുതുമ തേടി പോകുന്ന ഒരു നടനാണ്. അതേപോലെ തന്നെ ഒരു പുതിയ ഡയറക്ടർമാർക്കൊക്കെയും ഭയങ്കരമായിട്ടുള്ള അവസരം കൊടുക്കുന്ന ഒരു ആക്ടറാണ്. അപ്പം അദ്ദേഹം ഇത്രയും സീനിയറായിട്ടുള്ള ഒരു ആക്ടർ ഈ സിനിമയുടെ റൈറ്ററായിട്ട് കഥയും കൊണ്ട് ചേരുന്ന ആളെ കൊണ്ടാണ് ഈ സിനിമ ഇതിൽ നന്നായിട്ട് നിന്നെ കൊണ്ടേ കഥ പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ ആൾക്ക് കോൺഫിഡൻസ് കൊടുത്തിട്ടാണ് ഈ സിനിമ സംവിധാനം ചെയ്യിപ്പിച്ചത്. അതിൻ്റെ ഒരു റിസൾട്ട് ആ സിനിമയ്ക്ക് ഇപ്പം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മമ്മൂക്ക തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇതുപോലെ ഓരോ പുതിയ കഥയുമായിട്ട് വരുന്നവർക്ക് മനസ്സിൽ ഓരോ പുതിയ ഓരോ ഐഡിയാസും കാര്യങ്ങളും കാണും. അപ്പം നമ്മൾ അതിനുള്ള ഒരു വഴി കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല രീതിക്ക് തന്നെ അത് എടുത്തു വെക്കും. അത് തന്നെയാണ് ഇപ്പം ബസൂക്കയ്ക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു വിജയവും. പിന്നെ നമ്മുടെ എമ്പുരാൻ്റെ കാര്യം വെച്ച് പറയുകയാണെങ്കിൽ എമ്പുരാനെ അപ്പം ലാലേട്ടൻ ഇട്ടേക്കുന്ന ആ ഒരു റെക്കോർഡും കാര്യങ്ങളും ഒക്കെ ബസൂക്ക തകർക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു തന്നെ അറിയണം. കാരണം ഇപ്പോൾ ഈ സിനിമ ഈ ഒരു രീതിക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നല്ല റിപ്പോർട്ടാണെന്ന് അറിഞ്ഞു. ഓൾറെഡി സ്വാഭാവികമായിട്ട് ഈ സിനിമയ്ക്ക് വെച്ച് നോക്കുമ്പോൾ എമ്പുരാൻ്റെ അത്ര ഹൈപ്പുള്ളൊരു ചിത്രമല്ല ബസൂക്ക. പക്ഷേ സിനിമ നല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ സിനിമയ്ക്ക് കുറച്ചുകൂടെ ഒരു പ്രത്യേക ഒരു സപ്പോർട്ടാണ് എല്ലാവരിൽ നിന്ന് കിട്ടുന്നത്. ഇപ്പോൾ ഇറങ്ങിയ ഈ റീസെൻ്റായിട്ട് ഇറങ്ങിയ മമ്മൂക്കയുടെ സിനിമകളെല്ലാം വളരെ മികച്ച സിനിമകളായിരുന്നു. വലിയ ബഡ്ജറ്റ് വരാത്ത വളരെ മികച്ച സിനിമകളായിരുന്നു. ആ ഒരു രീതിക്ക് നോക്കുമ്പോൾ നമ്മുടെ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമയും അതേ ലെവലിൽ തന്നെ എടുത്ത് പറയാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. എന്തായാലും ഇതിൻ്റെ ഒരു ബഡ്ജറ്റൊക്കെ വെച്ച് അതിനേക്കാളും നല്ല രീതിക്ക് കളക്ഷനും കാര്യങ്ങളൊക്കെ വരാൻ നല്ല സാധ്യതയുള്ള ചിത്രമാണ്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയണം മമ്മൂക്ക vs ലാലേട്ടൻ ആര് ഈ ഒരു കളക്ഷൻ റിപ്പോർട്ടൊക്കെ മമ്മൂക്ക തൂക്കോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. എന്തായാലും മമ്മൂക്കയ്ക്ക് ഇപ്പം എന്തൊക്കെയോ കുറേ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് മമ്മൂക്കയ്ക്ക് വയ്യ അങ്ങനെയാണെന്നൊക്കെ. പക്ഷെ നമ്മൾ ഈ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ മമ്മൂക്കയുടെ ആ ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ അദ്ദേഹം ചെയ്ത് വെച്ചിരിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു രീതിക്കാണ്. പുള്ളിക്കാരൻ ആ ഒരു ഏജ് ഒന്നും ഒരു പ്രശ്നമില്ലാത്ത രീതിക്കാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പം അത്രയും ഈ ഒരു പ്രായത്തിലും അതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് സിനിമയോടൊരു പ്രത്യേക ഒരു ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും ആളത് വെടിപ്പായിട്ട് തന്നെ എല്ലാ സംഭവവും സെറ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും എപ്പോഴും നമുക്ക് നമ്മുടെ സ്ക്രീനിൽ കാണുമ്പം കിട്ടുന്നൊരു ഇതുണ്ട്, ഫീലുണ്ട്. അതൊരു വേറെ ഒരു ലെവലിലുള്ളൊരു ഫീല് തന്നെയാണ്. എന്തായാലും ഈ സിനിമ ഇനിയും വരും ദിവസങ്ങളിൽ ഉറപ്പാണ് മിക്ക റെക്കോർഡുകളും തൂക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പിന്നെ ഇത്രയും വലിയ ഒരു സിനിമ കുറേ സിനിമകളുടെ കൂടെ ക്ലാഷായിട്ട് ഇറങ്ങിയിരിക്കുന്നുണ്ട്, സ്ക്രീൻ സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. എങ്കിലും അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. നല്ല സിനിമയാണെങ്കിൽ എപ്പോഴും നല്ല സിനിമയ്ക്കുള്ള സ്പേസ് നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട്. എന്തായാലും ഇതിന് കിട്ടേണ്ട അംഗീകാരം ഇതിന് തന്നെ കിട്ടിയിരിക്കും. എന്തായാലും ഇനി കണ്ടു തന്നെ അറിയണം നമ്മളെ മമ്മൂക്കയുടെ ബസൂക്കയാണെങ്കിൽ എമ്പുരാൻ്റെ റെക്കോർഡുകളും കളക്ഷനും ഒക്കെ തൂക്കുമോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എമ്പുരാൻ്റെ ആ ഒരു കളക്ഷൻ റിപ്പോർട്ടിലൊക്കെ ബസൂക്ക തൂക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.